ദിവസങ്ങളൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അതാ കുറേ ദിവസമായിട്ട് ഒരാഴ്ച ആയി നമ്മൾ വ്ളോഗ് ഇട്ടിട്ട് ഓപ്പണിങ് കഴിഞ്ഞിട്ട് ഇതൊന്നും ലാസ്റ്റ് ഓപ്പണിങ്ങിന്റെ വീഡിയോ ഇട്ടാൻ തോന്നുന്നു. പിന്നെ അതിന് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. പിന്നെ അതിന്റെ ഇടയിൽ വീട്ടിൽ പോയി. പിന്നെ കുറേ ദിവസമായിട്ട് ഏട്ടന് കണ്ടിന്യൂസ് വർക്കായിരുന്നു. അപ്പൊ ഏട്ടന്റെ കൂടെ വർക്കിന് ഞാനും പോവാറുണ്ടായിട്ടാ. ഈ ബർത്ത്ഡേ ഷൂട്ട്, സേവ് ദ ഡേറ്റ് അങ്ങനത്തെ ഷൂട്ടുകൾക്കും കാര്യങ്ങൾക്കൊക്കെ ഞാൻ പോകാറുണ്ട്. വെഡ്ഡിങ് വർക്കിനെ ഞാൻ പോകാത്തുള്ളൂ. ബാക്കി എല്ലാ വർക്കിനും കൂടെ പോണ കാരണം വീട്ടിലിരിക്കാൻ സമയമില്ല. അതുകൊണ്ടാണ് സത്യം പറഞ്ഞ വീഡിയോ എടുക്കാനോ ഒന്നിനും സമയം കിട്ടിയില്ല. സത്യം പറഞ്ഞ നമ്മൾ ഷോപ്പിൽ ഇരുന്നിട്ട് തന്നെ ഇല്ല. ഷോപ്പ് തുറന്നിട്ട് 1-2 മണിക്കൂർ ഡെയിലി പോയി ഇരിക്കാന്ന് നമുക്ക് നടക്കണുള്ളൂ കേട്ടോ. പിന്നെ സ്റ്റാഫ് ഉള്ളതുകൊണ്ട് ഷോപ്പ് എന്നും അവിടെ തുറന്നു വെക്കും. നമ്മള് പോവും, ജസ്റ്റ് ഒരു 2 മണിക്കൂർ ഇരിക്കും, എന്തെങ്കിലും അറ്റൻഡ് ചെയ്യാണെങ്കിൽ ചെയ്യും, അത് കഴിഞ്ഞ് വരും. എന്നുവെച്ചാ ഷൂട്ട് കഴിയുക രാത്രി 10 മണിയൊക്കെ ആവുമ്പോ ഷോപ്പിൽ കയറുക, 12 മണിയാകുമ്പോ തിരിച്ചിങ്ങോട്ട് വരിക, കിടന്നുറങ്ങുക. അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു കേട്ടോ. ഇപ്പൊ കുറേ ദിവസങ്ങളായിട്ട്. അല്ല, തിരക്കുണ്ടായാലും വേണമല്ലോ നമ്മൾ പുതിയ ഷോപ്പിട്ട്. അപ്പൊ എന്തായാലും തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. ഭയങ്കര ബിസിയാണ് കേട്ടാ. പിന്നെ അതിന്റെ ഇടയിൽ വേറെ പ്രമോഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണ കാരണം ഒട്ടും സമയമില്ല. ഇത്തിരി പോലും ഇരിക്കാനുള്ള സമയമില്ല. പിന്നെ നമ്മള് കുക്ക് ചെയ്യും, അത് കഴിച്ച് പിന്നെ വർക്കിന് പോകും. അങ്ങനത്തെ ഒരു കാര്യങ്ങളായിരുന്നു. കുറെ പണികളൊന്നും ചെയ്യാനുണ്ട്. അടിച്ചുവരി തുടയ്ക്കാനും കുറെ തുണികളൊക്കെ കഴുകാനുണ്ട് കേട്ടാ. കഴുകി ഇങ്ങനെ ഇട്ടെങ്കിലും അധിക സമയം കിട്ടാതെ നമുക്ക് ഈ ബെഡ്ഷീറ്റുകള് കാര്യങ്ങളൊന്നും കഴുകാൻ സമയം കിട്ടിയിട്ടുണ്ടായില്ല. അതൊക്കെ ഇന്ന് കഴുകണം. ഏട്ടൻ്റെ കൂടെ വർക്കിന് ഞാൻ എപ്പോഴും പോണ കാരണം വീട്ടിലിരിക്കാനും സമയമില്ലാത്ത പണികളൊന്നും നടക്കാറില്ല. കുക്കിംഗ് മാത്രമേ നടക്കാറുള്ളൂ, വേറൊന്നും നടക്കാറില്ല. അപ്പൊ ഇന്ന് വേണം എല്ലാം പണികളും ചെയ്യാൻ. ഏട്ടനാണെങ്കിൽ ഇന്ന് ഗുരുവായൂരാണ് വർക്ക്. ഇന്ന് ഗുരുവായൂർ 262 കല്യാണം, എത്രയോ കല്യാണം ഉണ്ട് കേട്ടാ. ഏട്ടൻ കുറച്ചകത്ത് വിളിച്ചപ്പോ പറഞ്ഞു നല്ല തിരക്കായിരുന്നു, ഫോട്ടോ ഒന്നും എടുക്കാൻ തന്നെ സമ്മതിക്കണില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഏട്ടൻ പുലർച്ചെ 3 മണിക്ക് പോയതാണ് കേട്ടാ. ഞാൻ സത്യം പറഞ്ഞ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് വിളിക്കണത്. രാത്രി പുലർച്ചെ ടൈമിലൊന്നും ഞങ്ങൾ നിന്നിട്ടില്ല. ചെറിയ പേടി വന്നെങ്കിലും പിന്നെ കിടന്നുറങ്ങിയപ്പോ കുഴപ്പമുണ്ടായില്ല കേട്ടാ. പിന്നെ ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങി. 3 മണി നേരമല്ലേ. പിന്നെ കിടന്നുറങ്ങി പേരിച്ചു. പിന്നെ എനിക്ക് വീട്ടിന് ഹീറോ ഉണ്ട്. ഹീറോ നല്ല ഉറക്കത്തിലാണ് കേട്ടോ വീട്ടിൽ കിടന്നിട്ട്. അങ്ങനെയൊക്കെ. പിന്നെ ഇന്ന് അധികം കുക്കിംഗ് ഒന്നും വേണ്ടെന്ന് ചോദിച്ചു. ഞാൻ ഒന്ന് ഒറ്റയ്ക്കല്ലേ, അപ്പൊ വല്ല മാഗിയൊക്കെ ഉണ്ടാക്കി കഴിക്കാന്ന് വെച്ചു. ഏട്ടനുള്ളപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. ഇന്ന് പിന്നെ ഒറ്റയ്ക്കല്ല, ഏട്ടൻ എന്തായാലും വർക്കിന്റെ അവിടെ നിന്ന് കഴിക്കും. അപ്പൊ എനിക്ക് ബാക്കി പണികളൊക്കെ നോക്കാം. കുക്കിങ്ങും എല്ലാ പണികളും കൂടി ആകുമ്പോൾ നടക്കില്ല കേട്ടാ. ഇന്ന് എന്തായാലും ഉച്ചയ്ക്ക് 3 മണിയാകുമ്പോ ഏട്ടന് വർക്ക് കഴിയും. അപ്പൊ വർക്ക് കഴിഞ്ഞാൽ പിന്നെ ഷോപ്പിൽ പോകണമെന്നൊക്കെ പറയുന്നുണ്ടായി. വർക്ക് കഴിഞ്ഞിട്ട് വരുമ്പോ കുളിച്ച് നിന്നോളാം, നമുക്ക് ഷോപ്പിൽ പോകണമെന്നൊക്കെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ പിന്നെ വേറെ കുക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല, ബാക്കി പണികൾ ചെയ്യണം. പിന്നെ വീഡിയോ എടുക്കാൻ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ എടുക്കാറില്ല സത്യം പറഞ്ഞു. അതുകൊണ്ട് തന്നെ കുറേ നാളെ ഒറ്റയ്ക്ക് വീഡിയോ എടുത്തിട്ട് ഒരു ഭയങ്കര എന്തോ ബുദ്ധിമുട്ട് പോലെ തോന്നണം കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ വേറെ ഒന്നല്ല കാരണം കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. പിന്നെ നാളെ നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോകണം. അമ്മ എറണാകുളത്ത് ഉഴിച്ചിൽ കേന്ദ്രത്തിലാണല്ലോ. അപ്പൊ അമ്മ വീഡിയോ എടുത്ത് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ ഒരു സമ്മേളനം പോയി കണ്ടു കേട്ടോ. കുണുക്കനും കാണാൻ വേണ്ടി ഓടിയതാണ്. എനിക്ക് തോന്നുന്നു മിഞ്ഞാന്നാണ് എനിക്ക് എറണാകുളത്തായിരുന്നു ഷൂട്ട്. കുണുക്കനെയൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ അവിടേക്ക് പോയിണ്ടായി. അതൊക്കെ കഴിഞ്ഞ് കണ്ടു വന്നു. ഇപ്പൊ നാളെ ഞമ്മടെ ഷൂട്ടുണ്ട്, അപ്പൊ അത് എടുക്കാൻ പോകണം. അപ്പൊ വീഡിയോ എടുക്കലൊന്നും നടക്കില്ല, കുറേ ദിവസമായി. അത് കഴിഞ്ഞാൽ ഏട്ടന് പിന്നെ കണ്ടിന്യൂസ് വർക്ക് ഉണ്ട് കേട്ടാ. വർക്കൊക്കെ എന്തായാലും ഈ മാസം ലാസ്റ്റോടുകൂടി പിന്നെ നമുക്ക് അടുത്ത മാസം ഫസ്റ്റ് തൊട്ട് എന്തായാലും നമുക്ക് വീഡിയോസ് ഒക്കെ ഇടാൻ പറ്റും. അടുത്ത മാസം 3-ാം തീയതി നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ അതിന്റെ പ്ലാനിങ് ഒന്നും നടന്നിട്ടില്ല. അതിനൊന്നിനും ഒരു സമയമില്ലാണ്ട് ഇരിക്കണത്. അതൊക്കെ ഇനി ഏട്ടനെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വേണം എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കാൻ. എനിക്ക് തോന്നുന്നില്ല ഈ വർഷത്തെ വെഡിങ് ആനിവേഴ്സറി എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ സമയമില്ലല്ലോ, പ്ലാൻ ചെയ്യാൻ പോലും സമയമില്ല. അങ്ങനെയൊക്കെ ആയിട്ടിരിക്കണം. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ ഇത്രയും ബിസി ആയിട്ട് നടക്കാൻ. എപ്പോഴും വർക്ക്, പിന്നെ പ്രമോഷൻ ഷൂട്ടുകള് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് നല്ല രസമാണ്. അപ്പൊ ഇനി ബാക്കി പണികളും കാര്യങ്ങളൊക്കെ പോട്ടെ. വീഡിയോ എത്രത്തോളം എത്തുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ പരമാവധി വരെ എത്താറില്ല. പിന്നെ ആ വീഡിയോ ഇടലും നടക്കാറില്ല. ഇന്ന് എന്തായാലും പറ്റുന്നിടത്തോളം വീഡിയോ എടുക്കൂട്ടാ. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം.
ഞാൻ പറഞ്ഞില്ല എന്റെ വീഡിയോ ഒന്നും കറക്റ്റ് ആവില്ലെന്ന്. ഞാൻ ആകെ കൊറേ പണിയെടുത്തു സത്യം പറഞ്ഞ. പക്ഷെ ആകെ 2 വീഡിയോ മാത്രം എടുത്തു വെച്ചോട്ടാ. ആകെ 2 ക്ലിപ്പ് എടുത്തു വെച്ചോളൂ. അടിച്ചു പറഞ്ഞത് മാത്രം എടുത്തു വെച്ചോളൂ. വേറെ ഒന്നും വെച്ചില്ല. എന്താ വെച്ചാൽ വേറെ ഒന്നല്ല, നമുക്ക് അത്രയും പണികൾ കാണുമ്പോഴേ അതിന്റെ ഇൻട്രസ്റ്റിൽ അങ്ങനെ ചെയ്ത് പോകലായിരുന്നു. വേറെ ഒന്നല്ല, കിച്ചൺ ഫുള്ള് നന്നായി വൃത്തിയാക്കല്, പിന്നെ അടിച്ചുടക്കല്, പിന്നെ ബാത്റൂമുകള് 3 കഴുകല്, അങ്ങനത്തെ കുറെ കാര്യങ്ങളായിരുന്നു. കൊറേ പണി ഉണ്ടായി. പണിയൊന്നും പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഏട്ടൻ പിന്നെ എത്ര മണിക്ക് വന്നത്? 3:30 3:45 ഏട്ടൻ വന്നിട്ടാ. പിന്നെ അപ്പോഴേക്കും എന്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി. അപ്പൊ എനിക്ക് നല്ല ക്ഷീണായി. പണിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല ക്ഷീണായി. അപ്പൊ ഞങ്ങൾ 2 കൂടി ഒന്ന് ഉറങ്ങി. എന്നിട്ട് ഇപ്പൊ എണീച്ചോട്ടെ, ഞാൻ എന്തെങ്കിലും പോയി കഴിക്കണം. അരി ഉണ്ടായില്ല, അല്ലെങ്കിൽ ചോറ് വെക്കായിരുന്നു. അരിയാണെങ്കിൽ വൈമാന്ന് വാങ്ങാൻ മറന്നു. ബാക്കി എല്ലാ സാധനവും വാങ്ങി, അരി മാത്രം വാങ്ങിയത്. അതുകൊണ്ട് ചോറ് വെക്കാൻ പറ്റിയില്ല കേട്ടാ. മറന്നു പോയതാ സത്യം പറഞ്ഞ. പിന്നെ എന്ത് കഴിക്കണം. പിന്നെ കുറച്ച് പരിപാടി ഉണ്ട് കൊടുങ്ങല്ലൂരല്ലേ. ഇന്നും നേരത്തെ പോയി കിടന്ന് ഉറങ്ങണം. നാളെ 5 മണിക്ക് അമ്മ പറഞ്ഞിട്ടുണ്ട്. 7 മണിക്ക് എറണാകുളം എത്തണം എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. 5 മണിക്ക് ഇവിടുന്ന് പോണം. ഇന്നും നേരത്തെ കിടന്ന് ഉറങ്ങണം. ഇന്നലെ എത്ര മണിക്ക് വെച്ചേ? 2:30. അന്നേരം 2:30 എഞ്ചു. എന്നിട്ടാണെങ്കിലും എന്തൊക്കെ എടുത്ത് ഉറങ്ങുമ്പോഴാണെങ്കിലും ഹീറോന്റെ ഇവിടെയൊക്കെ പടക്കം പൊട്ടണിട്ടിട്ട് അവൻ അതിനനുസരിച്ച് കുറയ്ക്കുക. അങ്ങനെ ഉറങ്ങാൻ അധികം പറ്റിയില്ല. കുറച്ചേരം ഉറങ്ങിയിട്ടുള്ളൂ അല്ലേ. ഇനി പോയിട്ട് നല്ലൊരു ഉറങ്ങാം അല്ലേ. ക്ഷീണുണ്ട് ഇപ്പോഴും? ഉഷാറായ നേരത്തെ എഞ്ചാനാണ് കേട്ടോ. 2:30 എഞ്ചിട്ട് വർക്കിന് വന്നാൽ എളുപ്പമല്ല കേട്ടാ. ഞാൻ തന്നെ അപ്പൊ എഞ്ചിട്ട്, പക്ഷെ ഞാൻ അപ്പൊ ഉറങ്ങിയില്ല. ഞാൻ പേനിച്ചു. പിന്നെ എനിക്ക് ഒറ്റയ്ക്കായോണ്ട് പേടിയായി. എന്നിട്ട് ഞാൻ 5 മണി 6 മണി വരെ നേരം വെളുക്കണ വരെ ഫോണിലിരുന്നു കണ്ടു, റീലൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് പേടി. ഇങ്ങനെ ഈ ഫോൺ എടുത്ത് വെച്ച് കണ്ണടയ്ക്കുമ്പോ സൗണ്ട് കേൾക്കുമ്പോ പേടിയാ പുറത്ത്. ഞാൻ 6 മണി 5:30 വരെയൊക്കെ റീല് കണ്ടിട്ട് പിന്നെ കിടന്ന് ഉറങ്ങിയത്. പിന്നെ നമുക്ക് നീനിച്ച് ഒരു അരമണിക്കൂർ കുളിച്ചപ്പോഴൊക്കെ ഓക്കെ ഇല്ലേ. നമ്മുടെ റോഡിന്റെ അവസ്ഥ വീഡിയോ നല്ല ഷെയ്ക്ക. റോഡിന്റെ അവസ്ഥ കൂടെ ഉള്ളവരൊക്കെ ഉറങ്ങിയതാണ് ഏട്ടൻ പറയണത്. ഏട്ടൻ വണ്ടി ഓടിക്കേണ്ട ഉറങ്ങാൻ പറ്റില്ലല്ലോ. എന്താ വീഡിയോന്റെ ഷെയ്ക്ക്. അപ്പൊ ഇനി ബാക്കി വിഷയം കാണാം. വീഡിയോ എടുക്കുമ്പോ ആകെ ഇളകിക്കൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങോട്ട് കാണിച്ച നമ്മള് കൊടുങ്ങല്ലൂർ താലപ്പുഴ ഈ കടകളൊന്നും പോയിട്ടില്ല കേട്ടാ. അപ്പൊ അവിടേക്ക് വന്നതാണ്. സാധനങ്ങളൊക്കെ വാങ്ങി വന്നപ്പോൾ ആലോചിച്ച് വ്ളോഗ് ഇട്ടിരുന്നത്. അവിടെ ചോർന്നത് എനിക്ക് കിട്ടുന്നുള്ളത്. അപ്പൊ ഞാനൊരു കുപ്പിയോടെ എടുത്തുട്ടാ. എടുത്തു. പിന്നെ പഴയകാല മിഠായി, കരിമ്പൻ ജ്യൂസൊക്കെ കുടിച്ച്. കരിമ്പിൻ ജ്യൂസ് കുടിച്ചു. എന്താ എനിക്ക് ഇഷ്ടം ഇങ്ങനത്തെ മിഠായി. മാറ്റി വള എന്റെ വള മിഠായി ഇന്നാള് വന്നപ്പോഴും വാങ്ങിണ്ടായി. കറക്റ്റായിരുന്നല്ലേ വാങ്ങിയത്. എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടല്ലേ, കളർഫുള്ള്. നല്ല ഭംഗിയുണ്ട് കേട്ടാ. എനിക്ക് ഈ കുപ്പികളെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രാന്താ. ആൾക്കാര് ഇന്ന് നല്ല തിരക്കുണ്ടായെന്ന് പറഞ്ഞ ഞായറാഴ്ച ഉണ്ട്. അച്ഛനും പറഞ്ഞിട്ട് മിഠായി കടത്തെ നമുക്ക് പക്ഷെ തിരക്കുള്ളപ്പോഴൊന്നും വരാൻ പറ്റിയില്ല. കഴിക്കാൻ പോവാം. പക്ഷെ തിരക്കില്ലാണ്ട് വരെ നല്ലതല്ലേ ഇങ്ങനെ വാങ്ങാനൊക്കെ. ഇവിടെ നല്ല നോക്കിനെ വാങ്ങാൻ തിരക്കാത്തപ്പോഴാണ് നല്ലത്. അന്നത്തെ ദിവസം വന്നിട്ടില്ല, ഒന്നും വാങ്ങാനൊന്നും പറ്റില്ല. കടക്കാർക്ക് തന്നെ നമ്മളോടൊന്നും നമ്മളെന്തെങ്കിലും ചോദിച്ചാൽ പോലും പറയാനുള്ള നേരമില്ല അവർക്ക്. അതുകൊണ്ടൊന്നും വാങ്ങാൻ പറ്റിയില്ല. വാങ്ങാൻ പറ്റും. അതിലോ സോറി എന്താ പറയുന്നത്, വീട്ടില് പുട്ട് കൊടുത്താൽ കഴിക്കാത്ത മനുഷ്യൻ അല്ലേ പറയും. എന്താണ് ബോസ്, ഉറങ്ങാനൊന്നും പോണില്ലേ? ഇവിടെ നമുക്ക് ഇവിടെ ഉറക്കം. ഇവിടെ കിടന്നുറങ്ങാനാ?
ഇപ്പൊ എന്തൊക്കെയോ ഇവിടെ ചെയ്യാൻ കോപ്പി ചെയ്യാനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ അല്ലേ? സമയം ഇപ്പൊ എത്രയായി? 11:30. നാളെ 5 മണിക്ക് പോണം. അപ്പൊ 4:30 ഇരിക്കണം. ഇരിക്കണം. എന്നിട്ട് പിന്നെ ഞാൻ പക്ഷെ വണ്ടി കിടന്ന് ഉറങ്ങാറില്ലേ? വേണമെങ്കിൽ ഉറങ്ങാറില്ല. എനിക്ക് ഉറക്കം വന്ന ഇല്ല, ഞാൻ ഉറങ്ങാറില്ല. 5 അത്ര ഉറക്കം വന്നേ ഉറങ്ങും അല്ലേ? ഇപ്പൊ പക്ഷെ ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നല്ലേ? കൊറേ നേരം ഉറങ്ങിയാലും നല്ലോണം ഉറക്കം വരുന്നുണ്ട്. ഞങ്ങക്ക് ഇവിടെ കൊറേ പരിപാടി ഉണ്ടായിട്ട് ക്യാമറ സെറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോഴാണ് നന്നാവും ശരിയായത് അല്ല കേട്ടാ? എനിക്ക് ഈ സമയത്ത് വന്നിരിക്കാറ്. പക്ഷെ ഇങ്ങനെ ഇത്ര ഉഷാറും കൂടി ഉണ്ടാവാറില്ല. നേരെ നമ്മളിപ്പോ പുറത്തുനിന്ന് വരണ്ടാവും. ഇതിപ്പോ വീട്ടിൽ നിന്ന് വന്നാൽ അത്ര ഉറക്കം. പക്ഷെ നല്ല ഉറക്കം തന്നെ. എന്റെ കണ്ണൊക്കെ അട്ടഞ്ഞു പോണ്. പോവാ അപ്പൊ നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞത് കഴിയിട്ടാ. എന്നിട്ട് പോവും. പിന്നെ എന്തായാലും ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ ലെങ്ത്തിന്റെ നാളെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും തോന്നണം. നാളെ അമ്മയുടെ ചെയ്യുമ്പോഴൊക്കെ എടുക്കാം അല്ലേ? പോകട്ടെ. ഗുഡ് നൈറ്റ് പറഞ്ഞ. ഹായ്, ഗുഡ് മോർണിംഗ്. സമയം എത്രയാ? സമയം 5:45. വാ 15 മിനിറ്റ് ആയി. 15 മിനിറ്റ് ആയി. അറിഞ്ഞോ ഉറക്കം നമ്മൾ ഇന്നലെ 12 മണിക്കെല്ലാം ഒന്നും ഇറങ്ങാത്തോണ്ടാണ് 15 മിനിറ്റ് വൈകിയത്. അല്ലെങ്കിൽ നേരത്തെ പോവാ. ഈ ബാക്കി ഒരിക്കൊക്കെ വണ്ടിയില്ലേ? നല്ല ഉറക്കപ്പിച്ചുണ്ട്. ഹീറോടെ ഹീറോ ബാ കമോൺ. ഹീറോ ബാ കമോൺ ബാ. ഹീറോ ഇപ്പൊ വരും. ബാ ബാ കൂട്ടിപ്പോക്കോ. ഓടിപ്പോക്കോ വീട്ടില്. ഓടിപ്പോക്കോ. ഹീറോന്നിരിക്കാണ്. ഫുഡൊക്കെ വെച്ചോടുത്തത്. എന്താ അവിടെ ഇരിക്കണേ? നല്ല പണി ഇട്ടിട്ട് രാവിലെ തന്നെ പഞ്ചറായിരിക്കണം. എങ്ങനെയാണ് പഞ്ചറായ? ആണി അത് റോഡ് പണിയേക്കാരനെ എവിടെ നോക്കിയാലും ഇത് തന്നെയാണ്. ഇതിപ്പോ എത്ര നാളെ കിട്ടിയതാണ്. ഈ സമയമാണെങ്കിൽ 5:30 സമയമുണ്ട്. നമുക്കൊരു രക്ഷയില്ല. പറഞ്ഞ അച്ഛനമ്മയും കൊണ്ടുവരാൻ വരാന്ന് പറഞ്ഞു അല്ലേ? ഇത്രയുമായോണ്ട് എന്തായാലും ഇരിക്കാൻ പറ്റൂല. എന്താ വെച്ചാ ഇരിക്കുമ്പോ തന്നെ ഞങ്ങൾ ആദ്യം കണ്ടില്ല. ഇരുത്തപ്പോ തന്നെ സൗണ്ട് കേട്ടപ്പോഴാണ് ഇവിടെ തന്നെ നിർത്തിയത്. അപ്പൊ അകത്ത് കയറി ഇരിക്ക. സൂപ്പർ ഫുഡല്ലേ? ഏത് സ്ഥലട്ടാ? ഇപ്പൊ ലോർച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ട നല്ല നേരം വൈകി. വേറെ ഒന്നല്ല, നമ്മളവിടേക്ക് 7 മണിയാകുമ്പോൾ എത്തണം എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ നമ്മുടെ വണ്ടി പഞ്ചറായത് അച്ഛനമ്മയും കൊണ്ടുവരാൻ വന്ന് ഇവിടെ എത്തുമ്പോൾ തന്നെ 7 മണി. പിന്നെ തിരിച്ച് അവിടേക്ക് പോകുമ്പോഴേക്കും 9 മണിയൊക്കെ ആയിട്ട് നമ്മളവിടെ എത്തുമ്പോൾ 8:45. അവർക്കാണെങ്കിൽ ആ സമയത്ത് വേറെ ആരൊക്കെയോ ചെയ്യാനും ഉണ്ടായിരുന്നു തോന്നുന്നു. അതാണ് അവർ നേരത്തെ വരാൻ പറഞ്ഞത്. പക്ഷെ നമുക്ക് രക്ഷയില്ലാത്തൊരു പരിപാടിയായിരുന്നല്ലോ, അതുകൊണ്ടാണ്. അപ്പം അവരുടെ പുതിയൊരു ബ്രാഞ്ചാണ് തോന്നുന്നു കേട്ടോ ഇത്. ഞങ്ങളവിടെ കുണുക്കനാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതാണ് ഫുള്ള് കറക്കി കാണിക്കുന്നുണ്ട്. ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. കുണുക്കനോട് ഏട്ടൻ പറഞ്ഞ കുണുക്കൊന്ന് വീഡിയോ എടുത്തരുമെന്ന് ചോദിച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ ഏട്ടൻ സ്റ്റാൻഡ്. അത് കഴിഞ്ഞ് ഞങ്ങളിതാ ഷൂട്ടൊക്കെ കുറച്ച് ചെയ്തിട്ട് പിന്നെ അവർ ഓരോന്ന് ചെയ്യുമ്പോൾ ഞങ്ങൾ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഞാനും കുണിക്കിയൊക്കെ. അപ്പോൾ കുണിക്കതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായി. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടാണ്. പിന്നെ രാവിലത്തെ ഫുഡ് ആരും കഴിച്ചിട്ടുണ്ടായില്ല. നേരം വൈകി കാരണം കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നല്ലോണം നേരം വൈകുമല്ലോ എന്ന് വെച്ചിട്ട് തന്നെ കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 11 മണി 11:30 ആയി.
അങ്ങനെ കറക്റ്റ് 12 മണിയായപ്പോൾ നമ്മൾ അന്വേഷിച്ച് പോയത് വേറൊരു ഹോട്ടലാണെങ്കിലും അതിൻ്റെ ഇടയിൽ നമ്മൾ TNT കണ്ടപ്പോൾ അവിടെ കയറിയിട്ടാണ് ഫുഡ് കഴിക്കാൻ. എന്നിട്ട് ഷവായൊക്കെ പറഞ്ഞു. എല്ലാവർക്കും സത്യം പറഞ്ഞാൽ വിശന്ന് നല്ല തലകറങ്ങിണ്ടായി. പിന്നെ എനിക്ക് അത്ര പ്രശ്നമൊന്നുമില്ല, എനിക്കതിന് വിശപ്പിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ കുണുക്കിനും അമ്മയ്ക്കൊക്കെ നല്ല വിശപ്പായിട്ടാ. അപ്പോൾ ദാ നമുക്ക് എറണാകുളമൊക്കെ പോയി വന്നിട്ടുണ്ട്. രാവിലെ തന്നെ നല്ലൊരു പണി കിട്ടിയത്. രാവിലെ എണീച്ചപ്പോൾ നമ്മളെപ്പോഴാണ് 4:45 എണീച്ച് പോവാൻ വേണ്ടി ഒരു 5:30 ആകുമ്പോൾ ഒരുങ്ങിയപ്പോഴേക്ക് പോയി നോക്കിയപ്പോൾ ടയർ പഞ്ചറായിരുന്നു. വേറെ ഒന്നല്ല, നമ്മളെ റോഡ് പണി നടക്കണ കാരണം ഇപ്പൊ ഇടയ്ക്ക് കിട്ടാറുണ്ട്. വലിയൊരു ആണി കുത്തി കയറിയതാണ് കേട്ടാ. നമ്മളാണ് ഇന്നലെ കുഴപ്പമുണ്ടായില്ല രാത്രി കൊണ്ടിടുമ്പോ. പിന്നെ അതിന്റെ ശേഷം അല്ല, പിന്നെ ആ ചേട്ടൻ പഞ്ചറിന്റെ ഇതാക്കാൻ വന്ന ആള് പറഞ്ഞു റണ്ണിങ്ങിൽ അറിയില്ല, കൊണ്ടിട്ടതിന് ശേഷം അത് പോവാന്ന്. രാവിലെ 5 മണി നേരമായോണ്ട് നമുക്ക് തന്നെ ആരെയും പഞ്ചർ ഒട്ടിക്കാൻ വിളിച്ചാൽ കിട്ടൂല, വേറെ ഒരു വഴിയില്ല. അപ്പൊ അമ്മോട് വിളിച്ചാൽ അമ്മ അച്ഛനും കൂടി കൊണ്ടുവരാൻ വന്നു. അങ്ങനെ പിന്നെ ഞങ്ങള് പോയി ഷൂട്ടൊക്കെ ചെയ്തിട്ട് പോന്നു കേട്ടാ. അപ്പൊ അമ്മ അച്ഛന് 5 ദിവസമായിട്ട് ആയുർവേദത്തിന്റെ അവിടെ തന്നെ ആയിരുന്നു. അവിടെ നിന്ന് ഇപ്പൊ വരുന്ന വഴിക്ക് ഇപ്പൊ അവര് വരുന്ന വഴിക്ക് ഇവിടെ ഇറക്കിയിട്ട് അവരങ്ങനെ പോയിട്ടാ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഫുഡൊക്കെ കഴിച്ച് വന്നു. സത്യം പറഞ്ഞാൽ ഉറക്കം ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ഇന്നലെ നമ്മൾ 1 മണിയൊക്കെ ആയി എടുക്കും. പോയിട്ടാ ഇന്നലെ 1 മണിയൊക്കെ ആയി നമുക്ക് എടുക്കുമ്പോ. പിന്നെ നമുക്കിപ്പോ എപ്പോഴും രാത്രി ഷോപ്പിൽ പോണ കാരണം ഇന്നലെ ഷോപ്പിൽ പോയി 12:30 നമ്മൾ ഇറങ്ങി. പിന്നെ വന്ന് ഇവിടെ എടുക്കുന്നപ്പോ 1 മണിയായി. പിന്നെ അത് ഒരു 5 മണിക്ക് എണിച്ചു. പിന്നെ അച്ഛനമ്മ വരാന്ന് പറഞ്ഞപ്പോ ഒരു കുറച്ചേരം കൂടി കിടന്ന് ഉറങ്ങിയിട്ടാ. എന്നാലും ശരിക്കും ഉറക്കം കിട്ടാത്ത ഒരു ഉറക്കവരവുണ്ട്. തലവേദന തുടങ്ങി. ഉറക്കം വന്നിട്ട് അമ്മയ്ക്ക് അച്ഛനും അവർക്കൊക്കെ ഉണ്ട്. അവരും 4 മണിക്ക് എണിച്ചതാണ്. കുണുക്കനും കുണിക്കൊക്കെ വണ്ടി വരുന്ന ഉറങ്ങി എണിച്ചു. അപ്പൊ ഏട്ടനാണ് ഏറ്റവും ക്ഷീണം കേട്ടോ. പിന്നെ വർക്കിന് പോയി വന്നതിന്റെ ഒക്കെ ഒരു ക്ഷീണുണ്ട്. എന്റെ ഫേസ് എന്റെ ഫേസ് ഒക്കെ ഭയങ്കര ക്ഷീണായിരിക്കും. ഏട്ടന്റെ ഫേസ് ഭയങ്കര ക്ഷീണാണ്. വേറെ ഒന്നല്ല, കണ്ടിന്യൂസ് ഇങ്ങനെ ഉറക്കില്ല. അതിനിടയ്ക്ക് നമ്മളുടെ പ്രൊമോഷൻ ഒക്കെ ഈ മാസം ഈ കട ഉദ്ഘാടനം പറയല്ലേ അല്ലേ കഴിഞ്ഞിട്ട് കടയിൽ ഇരുന്നിട്ടില്ല. ഞാനില്ല, അതാണ് ഈ വീഡിയോന്റെ ഫസ്റ്റ് ഇൻട്രോ പറയുന്നത്. ഏട്ടൻ കേൾക്കാത്തോണ്ടാണ്. കടയിൽ ഇരുന്നിട്ടില്ല, അതിന് ഞാൻ ഇൻട്രോയില് പറഞ്ഞിരിക്കുന്നത്. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് സ്വന്തമായിട്ട് ഒരു കട ഇട്ടിട്ട് അവിടെ പോയി കുറച്ചേരം ഇരിക്കണം. പക്ഷെ അത് നടക്കണില്ല. പിന്നെ ഒരു കമന്റിന് എനിക്ക് റിപ്ലൈ തരുന്നുണ്ടായി. നമ്മളെ കടേനെ കുറിച്ച് നമ്മൾ ഈ റിവ്യൂ ചെയ്ത വീഡിയോയിൽ പറഞ്ഞു, നിങ്ങൾ ഓണർന്ന് വേറെ ഒരാളെ പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ അതിലെന്താണ് നിങ്ങള് കഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ചോദിച്ചു. നമ്മളൊരാള് ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അത് നമ്മൾ ബിൽഡിംഗ് ഓണറിനെയാണ് പറഞ്ഞത്. ഷോപ്പ് ഇപ്പൊ നമ്മൾ തന്നെയാണ് നടത്തുന്നത്. അതല്ല, എല്ലാരും വിചാരം ഷോപ്പ് വേറെ ആരെയാണ് നമ്മള് പറയുകയാണെന്ന്. എല്ലാരും അല്ല, കുറച്ച് പേര് ഇങ്ങനെ കമന്റ് ഇട്ടുണ്ടായിട്ട്. അത് നമ്മള് ബിൽഡിംഗ് ഓണറിനെയാണ് പറഞ്ഞത്. ഷോപ്പ് നമ്മൾ തന്നെയാണ് ഷോപ്പിലെല്ലാം ചെയ്തതും നടത്തുന്നത്. ആ ബിൽഡിംഗ് ഉണ്ടാവില്ല. ഇപ്പൊ ബിൽഡിംഗ് നമ്മളെല്ലാരും പണിഞ്ഞിട്ടല്ലല്ലോ നമ്മള് ഷോപ്പ് നടത്തുക. അങ്ങനെയാണ് ബിൽഡിംഗ് ഓണറാണ് നമ്മൾ പറഞ്ഞത് ഹെൽപ്പ് ചെയ്തു. അതായത് നല്ല ഹെൽപ്പിങ് ചെയ്യുന്നു രാജീവേട്ടൻ പറയാൻ. അതാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ ശേഷം സത്യം പറഞ്ഞ് ഇരിക്കാൻ സമയം കിട്ടാത്തോണ്ടാണ് ഇങ്ങനൊരു കാര്യം പറയാൻ പറ്റിയിട്ടില്ല. ഞാൻ മുന്നേ പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങളാണ്. പക്ഷെ വീഡിയോ തിരക്കിലെടുത്തു പോകുമ്പോ നമ്മളത് മറക്കാണ് അല്ലേ. അങ്ങനെ ഇരിക്കണ സമയമൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. അപ്പൊ അങ്ങനെയൊക്കെ. പിന്നെ ആൾക്ക് 2-3 കമന്റ് വന്നിട്ടുണ്ടായി ഷോപ്പിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കുന്നത്. ഇന്നാലും ഇതേപോലെ എറണാകുളത്ത് മുമ്പ് ഷൂട്ടിന്റെ വീഡിയോസ് ഞാൻ കുറച്ച് എടുത്തു തുടങ്ങിയതാണ്. പക്ഷെ നമ്മൾ ആ ഷൂട്ടിന്റെ സ്ഥലത്ത് എത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു തിരക്കാണ്. അപ്പൊ മിഞ്ഞാന്ന് ഞാൻ ഏട്ടനും കൂടിയിട്ടാണ് ഒരു ബർത്ത്ഡേ ഷൂട്ടിന് പോയത്. അപ്പൊ ഞാൻ വിചാരിച്ചു വീഡിയോ ഒക്കെ എടുക്കാന്ന് വെച്ചിട്ട് ഇൻട്രോയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടാണ് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോ പിന്നെ ഒരു ചെറിയൊരു ഉണ്ണിയുടെ 1ാം പിറന്നാളിന്റെ ഷൂട്ടായിരുന്നു. അപ്പൊ കുട്ടികളാകുമ്പോ നമ്മള് അവരുടെ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് നല്ല ടൈം പോലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ വീഡിയോ ഡ്രോപ്പായി പോയി. അങ്ങനെ ആ വീഡിയോ അന്ന് പിന്നെ അമ്മ വിളിച്ചില്ല എറണാകുളത്തുള്ള കാരണം ഞങ്ങൾ അവിടെ പോയിണ്ടായി. ഞങ്ങളെല്ലാരും പോയി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അതും വീഡിയോ എടുത്തു. പക്ഷെ ആ വീഡിയോ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും വരാത്തോണ്ട് ഞങ്ങൾ അതുണ്ടായിരുന്നത്. അപ്പൊ ഇനി എന്തായാലും ഷൂട്ടുകൾ വരികയാണെങ്കിൽ പറ്റുകയാണെങ്കിൽ ഇടാം.
ഷൂട്ടിന്റെ എല്ലാരും പറയുന്നുണ്ട് കാണാൻ ആഗ്രഹമായിട്ടാണെന്ന്. എന്തായാലും പറ്റുകയാണെങ്കിൽ നമ്മൾ ഉറപ്പ് പറയുന്നില്ല, ഷൂട്ടാണ് അല്ലേ. പിന്നെ ഇന്നലെ ഞാൻ ഏട്ടനോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ വർക്കുള്ള ചെറിയ BTS ഒക്കെ എടുത്തു വെച്ചിരുന്നില്ല. ഏട്ടന് നിൽക്കാൻ ഒരു സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞത് ഇന്നലെ എല്ലാരും ന്യൂസിൽ കേട്ടിട്ടുണ്ടാവും. 272 കല്യാണമായിരുന്നു. കല്യാണം അതന്നെ ബന്ധുക്കാര് പിന്നെ ഭയങ്കര തിരക്കും ബഹളൊക്കെ ആയിരുന്നു പറഞ്ഞത്. 1,00,000 പേര് ഉള്ളിൽ നിൽക്കണ പോലെ ഫീലിംഗ്. പിന്നെ കെട്ടിന്റെ വശത്ത് തന്നെ എല്ലാരും നിക്കണ കാരണം തിക്കും തരുത് അല്ലെ, മറ്റേ സൈഡുകൾക്ക് അത്ര ഉണ്ടാവില്ലായിരിക്കും അല്ലേ. ഉണ്ടായി അമ്പലം ചുറ്റും ആൾക്കാര്. പിന്നെ മണ്ഡപത്തിന്റെ അവിടെ ഭയങ്കര തിക്കായിരിക്കും. പിന്നെ ഫോട്ടോ എടുക്കാനും കുറെ പേരുണ്ട് അവരുടെ കൂടെ, അവരുടെ ബന്ധുക്കള് കാര്യങ്ങളൊക്കെ ആകുമ്പോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവട്ടെ. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അധികം പൂർത്തിയാക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ അങ്ങനെ പിന്നെന്താ, പിന്നൊന്നുമില്ല അല്ലേ. ഇനി കാറ് കൊണ്ടുപോകണം കേട്ടോ, ഒന്ന് വെറുതെ ഒട്ടിച്ചിട്ടുള്ളത് ഇനി കൊണ്ടുപോയി ശരിയാക്കണം. അപ്പോഴും എനിക്ക് സമയമില്ല, എന്ന് വന്നിട്ട് കിടന്ന് ഉറങ്ങാതെ വെച്ചതാണ്. അപ്പോഴേക്കും അടുത്ത പണി വന്നു. ഇനി പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് പിന്നെ കടയിൽ പോകണല്ലേ. ഇനി കടയിൽ പോയിട്ട് വന്നിട്ട് ഉറങ്ങണം. ഏട്ടന് സത്യം പറഞ്ഞാല് എറണാകുളത്ത് നിന്ന് 2 സ്ഥലത്തും കൂടി കയറാനുണ്ടായി. പക്ഷെ ഏട്ടന് വയ്യായിരുന്നു. ഏട്ടന് ഉറക്കം വന്നിട്ട് വയ്യ. അപ്പൊ അച്ഛൻ തന്നെ പറഞ്ഞു, ഏട്ടൻ്റെ ഇത് കണ്ടിട്ട് പറഞ്ഞു അച്ഛന് തീരെ വയ്യാൻ തോന്നുന്നു, നമുക്ക് വീട്ടിൽ പോവാൻ വന്നിട്ടാണ് ഇവിടെ ഇറക്കിയത്. ഏട്ടന് പിന്നെ ക്ഷീണം ഉറക്കം എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഏട്ടൻ പെട്ടെന്ന് സൈലന്റ് ആവും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോയിൽ സംസാരിക്കാണ്ടിരിക്കാറുണ്ടാവില്ല. എന്താ സംസാരിക്കാത്ത? ചില കാര്യങ്ങളൊക്കെ ആലോചിക്കും. നല്ലൊരു മാസമായിരുന്നു, അതങ്ങനെ ഇല്ലാണ്ട് ചില കാര്യങ്ങള് ഉണ്ടായടാ. പറയാൻ പറ്റില്ല, വീഡിയോ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. നല്ലൊരു മാസം, നല്ലൊരു മാസം ആയിരുന്നു. കുഴപ്പമില്ല, എല്ലാം ശരിയാവും. എല്ലാം ശരിയാവും. അങ്ങനെ നമ്മ 4 ചെമ്മല്ലൊന്നുമല്ല, നമ്മളിപ്പോ കേരളം ഫുള്ള് ഓളിനോളാണ് നമ്മളുടെ. കൊറേ ആൾക്കാര് പറയുന്നില്ല, കൊറേ ആൾക്കാരെല്ലാം പറഞ്ഞത്. കുറച്ച് ഒരാള് പറഞ്ഞു നീ 4 ചെമ്മലിന്റെ ഉള്ളിൽ കിടന്ന് കറങ്ങാന്ന് എനിക്കറിയുള്ളൂ. നമ്മളുടെ ബിസിനസ് ബാംഗ്ലൂരുണ്ട് കേട്ടോ, ബാംഗ്ലൂരും കേരളവും. നമ്മള് അത്യാവശ്യം നമ്മളെ ഈ പ്രായത്തിന് പറ്റുന്ന നമ്മളെല്ലാം ലോകത്തിലേക്ക് എത്തുന്നുണ്ട്. നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ദുബായില് അവിടെ ഒന്ന് ഷൂട്ട് ചെയ്യും. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് വന്നിണ്ടായി, ഖത്തറിലൊരു ഷൂട്ട് വന്നിണ്ടായി. 2 ആൾക്കും കൂടിയിട്ട് പോയിക്കൊണ്ടാണ്. പിന്നെ നമുക്ക് ആ ഷൂട്ട് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മൾ തന്നെ വേണ്ട വെച്ചാൽ ഇപ്പൊ നമ്മൾ 4 ചെമ്മലിന്റെ ഉള്ളിലൊന്നുമില്ല, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്. കല്യാണം 1 വർഷമാണ്. അടുത്ത ആഴ്ചയാണ് വെഡിങ് ആനിവേഴ്സറി. അതിന്റെ വീഡിയോ ഒക്കെ വരും. കുറച്ച് പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ബർത്ത്ഡേ പോലെ ഒന്നും ആയിരിക്കില്ല, അടിച്ചു പൊളിക്കും. സെറ്റാക്കും. അത് കഴിഞ്ഞ് പറഞ്ഞ പോലെ ഞങ്ങളിപ്പോ ഒന്നും ആലോചിക്കുന്നില്ല. ഇപ്പൊ നല്ലതല്ല സത്യം പറഞ്ഞാല്. എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ടും ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമും അത് ഇതൊക്കെ സോഷ്യൽ മീഡിയ നമ്മളിങ്ങനെ ആഡ് ആണെങ്കിലും അല്ലെ, കുഞ്ഞിനിപ്പോ ആഡുകളൊക്കെ അത്യാവശ്യം വരുന്നുണ്ട്. പ്രൊമോഷൻസ് വരുന്നുണ്ട്. എനിക്ക് വർക്കുകൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ 26 തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞില്ലേ കണ്ടിന്യൂസ് വർക്കുകൾ വന്നോണ്ടിരിക്കുകയാണ്. എനിക്ക് കുറെ എന്റെ ഫോട്ടോസും വീഡിയോസും ഇഷ്ടപ്പെട്ടിട്ട് കുറെ എൻക്വയറികളും സംസാരവും വന്നത്. നല്ല ബിസി ആയപ്പോ ബിസിയില് കാണാൻ ഭയങ്കര എനിക്കത് ഇൻട്രസ്റ്റ് ആണ്. ഇഷ്ടമായി. നാളെ മറ്റന്നുണ്ട് പറ്റുന്നുണ്ട് ഷൂട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി കാര്യം ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു 2-3 ദിവസം ഒഴിവിട്ടിക്കാണ്. നമുക്ക് ഉള്ള പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളായിട്ട് ഒഴിവിട്ടുകയാണ്. എന്താ വെച്ചാൽ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ ഞങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ നല്ല രീതിയിൽ നടത്തണം, നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നമ്മുടെ 3-ാം തീയതിയാണ് വെഡിങ് ആനിവേഴ്സറി. അത് അതിനൊരു വീഡിയോ എന്തായാലും വരും കേട്ടോ. പ്രത്യേക ഒരു സംഭവമാണ്. അല്ല നമുക്കൊരു ഹാപ്പിനെസ് എല്ലാവർക്കും എന്ന് പറയുമ്പോ അതിന്റെ
പക്ഷെ സത്യം ഒരു കൊല്ലവും ഞങ്ങൾ സക്സസ് ആണത് ഈ ഒരു വർഷം. ഈ ഞങ്ങളുടെ സക്സസ് പറഞ്ഞാല് ഇത്രയും ഒരു ഡ്രീം സാധിച്ചെടുക്കുക. അതായത് എന്താ പറയാ, ഓളിനോട് ഇപ്പൊ നമ്മളുടെ അത്യാവശ്യം നമ്മളുടെ ആ വെഡിങ് കമ്പനി അറിയപ്പെട്ടിട്ടുള്ള ഒരു രീതിയിൽ വന്നേക്കണം. 2026 നമുക്ക് നല്ലൊരു തുടക്കമായിരുന്നു, നല്ലൊരു വർഷമായിരുന്നു അല്ലെ. 2026 തുടക്കം ഇനി അങ്ങനെ എന്താന്ന് നമുക്ക് പറയാൻ പറ്റൂല, നമുക്ക് ആർക്ക് പറയാൻ പറ്റില്ല. തുടക്കം നന്നായി പോകുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകളും വേണം. നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നമ്മളുടെ വിജയം. നമ്മളെ സത്യം പറഞ്ഞ് നമ്മളെ കാണുമ്പോഴും ഇപ്പൊ ഇന്നലെ ഞങ്ങൾ കൊടുങ്ങല്ലൂർ പോയപ്പോഴത് എത്ര പേരെ നമ്മളോട് വന്ന് സംസാരിച്ച്, കുഞ്ഞു പിള്ളേര് വരെ. ഇന്നലെ ഒരു ഉണ്ണി വന്നിട്ട് അച്ചാച്ചിനെ കൊണ്ടുവന്നിട്ട് അച്ചാച്ചൻ കുട്ടിയുടെ അച്ചാച്ചൻ പറഞ്ഞ ചേച്ചിയോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അച്ചാച്ചനെ വിളിച്ചു കൊടുന്നതാന്ന് പറഞ്ഞിട്ടാ. അപ്പൊ കുഞ്ഞു പിള്ളേര് വരെ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് പറയുമ്പോ നമുക്കതൊരു ഹാപ്പിനെസ് ആണല്ലേ. അപ്പൊ നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്യണമെന്ന് വേറെ ഇരിക്കാറില്ല കാര്യം. നമുക്ക് സത്യം പറഞ്ഞ ഇത്രയും നേരം യാത്ര ചെയ്തിട്ട് പണ്ടലൊക്കെ വേദനിച്ചിട്ട് ഇരിക്കുന്നത് ക്ഷീണം. അപ്പൊ നമ്മൾ ഇനി അധികം അങ്ങോട്ട് പറഞ്ഞിട്ടാവണില്ല, വയ്യ സംസാരിക്കാൻ ഇരിക്കാൻ പോലും വയ്യ, ഇനി പോണം. അതുകൊണ്ടാ അടുത്ത വീട്ടിൽ കുറച്ചിരുന്ന് ഞാൻ സംസാരിക്കാം. അപ്പൊ എല്ലാരും ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അടുത്ത വീഡിയോ എന്തായാലും പെട്ടെന്ന് ഇടും. നമുക്ക് നല്ലോണം വീഡിയോസ് കുറവാണ്. നമ്മളെ കാണുന്നവരൊക്കെ ചോദിക്കുന്നത് എന്തെങ്കിലും വീഡിയോ ഇടാത്തത്. അവരോടൊക്കെ തിരക്കാതെ വരുമ്പോ പിന്നെ അവര് പറഞ്ഞു തിരക്ക് കഴിഞ്ഞിട്ടൊക്കെ വീഡിയോസ് ഇടും. പക്ഷെ നിങ്ങളെ കാണാണ്ടിരിക്കുമ്പോ ഒരു വിഷമം എന്നുള്ളൊരു സംസാരമാണ് എല്ലാവരും വരുന്നത്. ഞങ്ങൾക്ക് അത് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം അല്ലേ, നമ്മുടെ വീഡിയോസ് കാണാണ്ടിരിക്കുമ്പോഴും. സീസണിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോ ഏട്ടനെന്നല്ലട്ടാ, മിക്ക ഫോട്ടോഗ്രാഫേഴ്സിന് ഇരിക്കാൻ സമയമില്ലേ ഈ മാസം സീസണാണ്. അപ്പൊ ഇപ്പൊ ഫെബ്രുവരിയിലൊക്കെ വളരെ കുറവാണ്. ഞങ്ങൾക്ക് പിന്നെ രണ്ടാക്കും അങ്ങനെയാണ്. ഇപ്പൊ ഏട്ടന് അതേ വർക്കുള്ള ടൈമിൽ തന്നെ എനിക്കും കുറെ പ്രൊമോഷൻസ് വരിക. അപ്പൊ ഞങ്ങൾക്ക് രണ്ടാക്കും നല്ല ഇത് വരിക. ഇല്ലാത്ത സമയത്തൊന്നും സമയത്തൊക്കെ കൂടി ഒരുമിച്ച് വരിക. പക്ഷെ 2026 ഫുള്ളും ഞങ്ങൾക്ക് ഇതേപോലെ തിരക്കാവട്ടെ. 26 ഞങ്ങള് നല്ലോണം ഇതേപോലെ ബിസി ആവട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അല്ലെ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് വരാം. ബൈ.